ആസ്പെർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പെർ ടു ഇൻസ്പയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായി വരുന്ന കോസ്റ്റിനെയാണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ഒരു ബിസിനസ്സിൽ എഫിഷ്യൻ്റായി ചെയ്യണമെന്നും അത് പ്രോഫിറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഇന്ന് സംസാരിക്കുന്നത് നെസറത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജർ കോച്ചിങ് റോസ്മേരി ജോൺസൺ ആണ്. നമസ്കാരം. ഒരു പ്രൊഡക്റ്റ് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആകേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരു ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് മാനേജർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിന് ആവശ്യമായ സമയത്ത് തന്നെ അത് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് എടുക്കാൻ ഉപയോഗിച്ച ആ പ്രൊഡക്റ്റിന് വേണ്ടി ഉണ്ടാകുന്ന എഫോർട്ടും ടൈമും കോസ്റ്റും എല്ലാം അവിടെ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ നിറഞ്ഞ ഈ കാലത്ത് ഒരു ബിസിനസ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അതുവഴി പ്രോഫിറ്റബിലിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനുമാണ്. ഇതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ബിസിനസ്സിലെ ബോട്ടം ലൈൻ ഏരിയയിലുള്ള കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ കാരേജ് ഔട്ട്വേർഡ് ഫംഗ്ഷനിൽ എഫിഷ്യൻസി ഇല്ലെങ്കിൽ അവിടെ ഷിപ്മെൻറ്റ് ഡിലേസ് ആവും, കറക്റ്റ് ടൈമിൽ പ്രൊഡക്റ്റ് എത്താണ്ട് വരും. അത് സെയിൽസിന് നഷ്ടമാക്കും, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ ഡാമേജ് വരുത്തും. അതുകൊണ്ട് ഒരു കാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സിൽ നമ്മൾ എഫിഷ്യൻസി കൊണ്ടുവരണം. ഇങ്ങനെ ഒരു ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു കാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ കറക്റ്റ് ടൈമിൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റും. അതേപോലെ അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ആക്കും. ഈ പ്രൊഡക്റ്റ് കസ്റ്റമറിന് കിട്ടിക്കഴിയുമ്പം ഒരു കറക്റ്റായിട്ടുള്ള കാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡാമേജ് കുറവായിരിക്കും. ഒരു കാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സ് പ്രോപ്പർ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഇതെല്ലാം പ്രോഫിറ്റബിലിറ്റിനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്നത്. ഈ കാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സിൽ കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഡിസ്പാച്ച് സിസ്റ്റമാണ്. അതിലെന്തൊക്കെയാണ് വരികയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഓർഡർ മാനേജ്മെൻ്റ് ആണ്. അതായത് ഈ നമ്മൾ കാരേജ് ഔട്ട്വേർഡ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് ഏതൊക്കെയാണോ പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ്, സൈസ് തുടങ്ങിയതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതിന് ആ ഓർഡറിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം റൂട്ട് ഒപ്റ്റിമൈസേഷനാണ്. ഈ ഫ്യൂവൽ കോസ്റ്റ് പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. പ്രോപ്പർ ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂട്ട് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ സെലക്ട് ചെയ്യണം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് വെഹിക്കിൾ മാനേജ്മെൻ്റ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെഹിക്കിൾ ചൂസ് ചെയ്യണം. അതേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് ഡ്രൈവർ മാനേജ്മെൻറ്റ്. നമുക്ക് റിലയബിൾ ആയിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ട്രസ്റ്റ് ഉള്ള ഒരു ഡ്രൈവറിനെ വേണം ചൂസ് ചെയ്യാൻ. ഒരു ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കോസ്റ്റും വളരെ വലുത് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് സ്കെഡ്യൂളിംഗ് സിസ്റ്റം കൊണ്ടുവരാണെങ്കിൽ, അതായത് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്തും അത് അറൈവ് ചെയ്യുന്ന സമയവും നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻസി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ റിയൽ ടൈം ട്രാക്കിംഗ്, നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്ന സമയം തൊട്ട് അത് അറൈവ് ചെയ്യുന്ന സമയം വരെ നമ്മളത് റിയൽ ടൈം ട്രാക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ അറിയാനും അതിന് അപ്പം തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സിന് നഷ്ടമാകാണ്ടിരിക്കാനും പറ്റുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സെൻട്രലൈസ്ഡ് ഡിസ്പാച്ച് സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് ആണ്. അതായത് എല്ലാം ടൈം ടു ടൈം റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്കതൊരു അനാലിസിസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഈ മെജോറിറ്റി ഓഫ് ബിസിനസ്സിലും, അതായത് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിലാണ് കൂടുതലും ഈ കാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സിൽ ഇന്നെഫിഷ്യൻസീസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്സ് ആണ്. അതായത് മാനേജ്മെൻറ്റ് കൃത്യമായ ഒരു റൂട്ട് പ്ലാനിങ് നടത്താത്തത്, അതേപോലെ വെഹിക്കിൾ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാത്തത്, പിന്നെ ലോഡിങ് അൺലോഡിങ് അതിൽ വരുന്ന ഇന്നെഫിഷ്യൻസീസും ഒരു വലുതാണ്. അതായത് ഈ ലോഡിങ് അൺലോഡിങ്ങിലൊക്കെ നമുക്ക് കുറേയൊക്കെ ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇതൊന്നും ഇപ്പോഴും സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ ഡ്രൈവർ മാനേജ്മെൻറ്റ്, ഡ്രൈവറിനെ ചൂസ് ചെയ്യുന്നതിലും
എഫിഷ്യൻസി കൊണ്ടുവരണം എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ്. ഡ്രൈവർ മാനേജ്മെൻറ്റ്, വെഹിക്കിൾ ചൂസിങ്ങിൽ, ഡ്രൈവർ ചൂസിങ്ങിൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ. പിന്നെ മാനേജ്മെൻറ്റിൽ ഒരു റിയൽ ടൈം ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരാത്തത്. ആക്ച്വലി റിയൽ ടൈം ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരുമ്പം അവിടെ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. കോസ്റ്റ് സേവിങ്സ് ആണ് ആക്ച്വലി നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലാത്തതാണ്. ഈ ക്യാരേജ് ഔട്ട്വേർഡിലെ ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാത്തതിനുള്ളൊരു കാരണം ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലാത്തതാണ്. ഈ SOP ഒരു ക്യാരേജ് ഇൻവേർഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എംപ്ലോയീസിന് ക്ലിയർ ആയിട്ട് അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല, അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ ക്യാരേജ് ഔട്ട്വേർഡിൽ വേണ്ടുന്ന റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് ഒരു SOP ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതവിടെ ഉണ്ടെന്ന് എൻഷുർ ചെയ്യാനും പറ്റും. അതൊരു ക്യാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സിനെ കുറച്ചുകൂടി ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഡിലേ ഉണ്ടാവാണ്ട് ക്യാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സ് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. അതേപോലെ ഈ ക്യാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ട്. അതായത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, വെയർഹൗസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ഒരു കൊളാബറേഷൻ ഉണ്ടാവും. ഈ ഇവരുമായിട്ടുള്ള പ്രോപ്പർ കോർഡിനേഷൻ ഈ SOP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നടത്താൻ സാധിക്കും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ ഒരു ക്യാരേജ് ഔട്ട്വേർഡിലും ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ഫ്യൂവൽ കോസ്റ്റ് ഇൻക്രീസ് ആവുന്നത്, അല്ല പോകുന്ന വഴിക്ക് സ്ട്രൈക്ക്, അങ്ങനത്തെ കുറേ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഈ റിസ്ക് എലമെൻറ്റ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കുറയ്ക്കാനുമുള്ള ഒരു സിസ്റ്റം SOP ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഇവാലുവേഷനാണ്. ക്യാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സിൽ ഓരോ എംപ്ലോയീസിനും അതേപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടും ഉള്ള അവരുടെ ഒരു കോർഡിനേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ SOP ഒരു സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ്റെ സഹായത്തോടു കൂടെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേഷൻ കൊണ്ടുവരാനും കുറച്ചുകൂടിയും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി റിയൽ ടൈം ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും സാധിക്കും. അതായത് ആ പ്രോസസ്സിൽ തന്നെ ഇൻവോൾവ് ആവുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അപ്പം തന്നെ ആ ഒരു മിസ്റ്റേക്സ് നമുക്ക് കണ്ടുപിടിക്കാനും അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാനും അതുവഴി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ക്യാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സാണ് ആക്ച്വലി പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിലോട്ട് കൃത്യം സമയത്ത് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാരേജ് ഔട്ട്വേർഡ് ഫംഗ്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിച്ചില്ലെങ്കിൽ അവിടെ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ പിന്നിലുള്ള എല്ലാ കോസ്റ്റും അവിടെ എക്സസ് കോസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഒരു SOP എത്രത്തോളം ഒരു ക്യാരേജ് ഔട്ട്വേർഡ് പ്രോസസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോസുമായി വരുന്നത് വരെ താങ്ക് യു.